ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ISL കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് വീണ്ടും എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ പുതിയ ISL സീസൺ സെപ്റ്റംബർ 4 തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗെയിലിനോന്റെ റിപ്പോർട്ട് പ്രകാരം ISLന്റെ പുതിയ സീസൺ ഒക്ടോബറിലേക്ക് മാറ്റിയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജംഷഡ്പൂർ FC, ഈസ്റ്റ് ബംഗാൾ FC, ഇന്റർ കാശി എന്നീ ടീമുകൾ ഈ ഒരു റിക്വസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഒഫീഷ്യലായിട്ട് തീരുമാനം വന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ISLന്റെ ബോൾ പാർട്ണറെ കുറിച്ചാണ്. നിവ്യയാണ് ISLന്റെ ബോൾ പാർട്ണർ. പുതിയ സീസണിൽ നിവ്യ അടക്കം മറ്റൊരു ഫോറിൻ കമ്പനി കൂടി ഈ ഒരു ബോൾ പാർട്ണർ ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിലിനോ ആണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള കോറോ സിങ്ങിനെ കുറിച്ചാണ്. കോറോക്ക് കഴിഞ്ഞ സീസണിൽ കുറച്ച് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കറന്റ്ലി താരം ഓക്കെയാണ്. ഈ ഒരു സീസണിൽ താരം കളിച്ചേക്കും. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ സൈനിങ്ങിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ അമീർ റെനവാഡയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നതിന് മുന്നേ തന്നെ മോഹൻ ബഗാൻ താരത്തെ സ്വന്തമാക്കി. ലോണിലൂടെയാണ് താരം മോഹൻ ബഗാനിൽ എത്തിയത്. ഇപ്പോൾ താരം മോഹൻ ബഗാനുമായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ മോഹൻ ബഗാൻ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അമീർ റെനവാഡയ്ക്ക് കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ സൈനിങ് ആയിട്ട് നമുക്ക് കരുതാം. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അമീർ റെനവാഡെ കളിച്ചേക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഗെയിലിനോ റിപ്പോർട്ടർ ആയിട്ടുള്ള ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ ലുലു ഗ്രൂപ്പും IBS സോഫ്റ്റ്വെയറും അല്ലാതെ വേറൊരു കമ്പനി കൂടി ശ്രമിക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ പേര് ആശിഷ് നേഗി വ്യക്തമാക്കിയിട്ടില്ല. ഗെയിലിനോ റിപ്പോർട്ടർ ആയിട്ടുള്ള ആശിഷ് നേഗി പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് സില്ലീസിന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആദ്യമായിട്ടുള്ള സില്ലീസ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അഡീഷണൽ ടൈം AIFFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ IBS സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. IBS സോഫ്റ്റ്വെയർ ഉടമയായുള്ള VK മാത്യു ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിലവിൽ അവർ ഓഫർ ചെയ്യുന്നത് 60 മുതൽ 80 കോടി രൂപയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാനേജ്മെന്റ് അതിലേറെ തുക ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ കാര്യത്തിൽ തീരുമാനമായാലേ ഈ ഒരു ടേക്ക് ഓവർ നടക്കുകയുള്ളൂ. അത് നിലവിൽ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. വിവരങ്ങളും കൺഫർമേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു ടേക്ക് ഓവർ നടക്കണം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആഗ്രഹം. മറ്റൊരു കാര്യം ആശിഷ് നേഗി പറയുന്നുണ്ട്. വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ബ്രാൻഡിന്റെ പവർ എത്രയാണെന്ന് മനസ്സിലാകും. അത്രത്തോളം ആരാധകരുള്ളൊരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേഷൻ ഫീ വേണ്ട എന്നാണ് AIFF പറയുന്നത്. ISLന്റെ ഒരു 50 മുതൽ 60% വ്യൂവർഷിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. ബ്രോഡ്കാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ISL സീസൺ കളിക്കണമെന്ന് തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ISL സീസൺ ഇല്ലെങ്കിൽ അത് ISLന്റെ ആവേശം തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. കൂടാതെ ഇത് നമ്മൾ ആരാധകരുടെ ഒരു ആവശ്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ISL സീസണിൽ പങ്കെടുക്കണം എന്നുള്ളത്. പുതിയ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഓവറോ കേരള ബ്ലാസ്റ്റേഴ്സ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.